നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ ബിർമിംഗ്ഹാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ട മുൻ തീവ്രവാദി ഷഹീദ് ഭട്ട് മത്സരിക്കുക സ്പാർഹിൽ വാർഡിൽ നിന്ന്. ഷഹീദ് ഭട്ടിനും 5 ബ്രിട്ടീഷ് പൗരന്മാർക്കും ശിക്ഷ ലഭിച്ചത് കോൺസുലേറ്റും പള്ളിയും സ്ഫോടനത്തിൽ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിന്. ഗൂഢാലോചനയ്ക്ക് ശിക്ഷ വിധിച്ചത് യമൻ ഭരണകൂടം. നിപയിൽ ആശങ്കയുമായി ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പ്. 2 ആരോഗ്യ പ്രവർത്തകർ നിപ ബാധിച്ച് ആശുപത്രിയിൽ. രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യ രോഗത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി. രോഗത്തെ ചെറുക്കാൻ പ്രതിരോധ കുത്തിവയ്പില്ല എന്നത് ആരോഗ്യ രംഗത്തെ വലയ്ക്കുന്നു. ബ്രിട്ടനിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞതോടെ റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് 100 പൗണ്ട് പിഴ ഉറപ്പായി. കൂടുതൽ പിഴകൾ വരുന്നതിന് സാധ്യത. ഇതുവരെ റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞത് 10 മില്യണിലധികം ആളുകൾ. ഇനിയും റിട്ടേൺ സമർപ്പിക്കാനുള്ളവർ 20 ലക്ഷത്തോളം പേർ. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ കുടുങ്ങി സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി മസ്ക്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിലേക്ക് താൻ ഒരിക്കലും പോയിട്ടില്ല എന്ന് മസ്കിന്റെ വാദം. മസ്കും എപ്സ്റ്റീനും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിൽ. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ട സംഭവം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കറൻസി സംരംഭത്തിൽ 49% ഓഹരി വാങ്ങുന്നതിന് $500 മില്യൺ കരാർ ഒപ്പുവെച്ച് അബുദാബിയിലെ രാജകുടുംബാംഗം സ്പൈസ് ഷെയ്ഖ്. കരാർ വഴി ട്രംപ് കുടുംബവുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത് $187 മില്യൺ. കരാർ ഒപ്പുവെച്ചത് ട്രംപിന്റെ മകൻ എറിക് ട്രംപ്. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% ഓഹരി സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ നിർദ്ദേശിച്ച് 16ാം ധനകാര്യ കമ്മീഷൻ. 2026-27 ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചത് 1.4 ലക്ഷം കോടി രൂപ. ഗ്രാമനഗര മേഖലകളിലെ തദ്ദേശ സ്ഥാപന ഗ്രാന്റ്, ദുരന്ത നിവാരണ ഗ്രാന്റ് എന്നിവയും നികുതി വിഹിതത്തിന്റെ പരിധിയിൽ വരും. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെ. വാർത്തകൾ വിശദമായി. ശിക്ഷിക്കപ്പെട്ട മുൻ തീവ്രവാദിയായ വ്യക്തി വരുന്ന മെയ് മാസത്തിൽ നടക്കുന്ന ബിർമിംഗ്ഹാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹം ശക്തം. ഷഹീദ് ഭട്ട് എന്ന മുൻ തീവ്രവാദി ഒരിക്കൽ ഒരു അഭിമുഖത്തിലൂടെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടത് ക്രിസ്ത്യാനികളുമായും യഹൂദന്മാരുമായുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കരുത് എന്നായിരുന്നു. നഗരത്തിന്റെ ഉള്ളിലുള്ള സ്പാർഹിൽ വാർഡിൽ നിന്നാണ് ഇയാൾ മത്സരിക്കുക. ഏകദേശം 91% വംശീയ ന്യൂനപക്ഷങ്ങൾ പാർക്കുന്ന ഈ വാർഡിൽ അവരിൽ 70% പേർ മുസ്ലിം മതവിശ്വാസികളുമാണ്. യമനിൽ വെച്ചാണ് 1999 തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇയാൾക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചത്. ഏതൻ നഗരത്തിലെ ബ്രിട്ടീഷ് കോൺസുലേറ്റും ഒരു ആംഗ്ലിക്കൻ പള്ളിയും ഇതുപോലെ ഒരു ഹോട്ടലും സ്ഫോടനത്തിൽ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിനായിരുന്നു ഇയാൾക്കും മറ്റ് 5 ബ്രിട്ടീഷ് പൗരന്മാർക്കും ശിക്ഷ ലഭിച്ചത്. എന്നാൽ അന്ന് ഭട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റാരോപിതരും കുറ്റം നിഷേധിക്കുകയായിരുന്നു. ശിക്ഷ കഴിഞ്ഞ് 2003 ബ്രിട്ടനിൽ തിരിച്ചെത്തിയ ഭട്ട് അവകാശപ്പെട്ടത് താൻ ജിഹാദിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി യുവാക്കളെ തീവ്രവാദാശയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ നവംബറിൽ മക്കാബി ടെൽ അവീവ് ബിർമിംഗ്ഹാമിലെ ആസ്റ്റൺ വില്ലയിൽ കളിക്കാനെത്തിയപ്പോൾ ഉണ്ടായ പ്രതിഷേധങ്ങളെ ഇയാൾ അനുകൂലിച്ചിരുന്നു. അന്ന് സുരക്ഷാ കാരണങ്ങളാൽ ഈ ഇസ്രായേലി ക്ലബിന്റെ ആരാധകർക്ക് മത്സരം കാണുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഒരു മഹാമാരിയാകാനിടയുള്ള ഒരു മാരക രോഗത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്ത ലോകത്തെ മുഴുവൻ പഴയ കോവിഡിന്റെ ഇരുണ്ട നാളുകളിലെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കൈകൾ 4 നേരം കഴുകി വീടുകൾക്കുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെട്ട ആ നാളുകൾ പലർക്കുമേറെ ദുരന്തങ്ങളും നൽകിയിരുന്നു. ആ കൊറോണയുടെ ഭയപ്പെടുത്തുന്ന, എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾക്ക് വീണ്ടും ജീവനേകിയത് പശ്ചിമ ബംഗാളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്തയാണ്. 2 ആരോഗ്യ പ്രവർത്തകർ നിപ്പ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതോടെ ഇന്ത്യൻ ഭരണകൂടം ഈ മാരക രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന തന്നെ വെളിപ്പെടുത്തുകയും ഇന്ത്യ രോഗത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ 2 രോഗികളുമായി ബന്ധപ്പെട്ട 200-ലധികം പേരെ കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യുകയും പിന്നീട് ഇവർക്ക് രോഗപരിശോധന നടത്തുകയും ചെയ്തു. ഇവരിൽ ആരിലും തന്നെ മാരക വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയില്ല എന്നത് തികച്ചും ആശ്വാസദായകരമായ ഒരു വാർത്തയാണ്. ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട രോഗകാരികളുടെ പട്ടികയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നിപ്പയെയും ഉൾപ്പെടുത്തിയ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ഏറെ ആശങ്കയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ കാണുന്നത്. ഇതിനെ ചെറുക്കാൻ ഒരു പ്രതിരോധ കുത്തിവയ്പില്ല എന്നതും രോഗം ബാധിച്ചാൽ പ്രത്യേകിച്ച് ഒരു ചികിത്സയും ഇല്ല എന്നതുമാണ് ആരോഗ്യരംഗത്തെ ഏറെ വലയ്ക്കുന്ന വിഷയം. ഏതായാലും ഇന്ത്യ സന്ദർശിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ കരുതലോടെ ഇരിക്കണമെന്ന മുന്നറിയിപ്പാണ് ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത്. ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതിയായ ജനുവരി 31 കഴിഞ്ഞതോടെ റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് 100 പൗണ്ട് പിഴ ഉറപ്പായും വന്നു ചേരും. കൂടുതൽ പിഴകൾ വരുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ കണക്കുകൾ പ്രകാരം 10 മില്യണിലധികം ആളുകൾ റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞു. 20 ലക്ഷത്തോളം പേർ അത് കഴിഞ്ഞും റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. 12 മില്യൺ ആളുകൾ 2024-25 സാമ്പത്തിക വർഷം സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമെന്ന് കരുതുന്നതായാണ് HMRC പറഞ്ഞത്. വേഗതയുള്ളതും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ഡിജിറ്റൽ ഓൺലൈൻ സർവീസുകൾ ഉപയോഗിച്ച് റിട്ടേൺ സമർപ്പിക്കുവാൻ HMRC ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, അവസാന ദിവസം ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ടെലിഫോൺ വഴിയും സഹായം നൽകുമെന്നും അവർ പറഞ്ഞിരുന്നു. ജനുവരി 31 മുൻപ് നികുതി പൂർണ്ണമായും നൽകാൻ കഴിയാത്തവർ അവർ നൽകേണ്ടത് 30,000 പൗണ്ടിൽ താഴെയുള്ള തുകയാണെങ്കിൽ അത് അടയ്ക്കുന്ന സമയം ഓൺലൈൻ വഴി സജ്ജീകരിക്കുക. അതുപോലെ റിട്ടേൺ സമർപ്പിക്കാൻ കഴിയാത്തതിന് മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് HMRCയെ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തി പിഴയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാഹചര്യവുമുണ്ട്. സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചു. രാവിലെ 5:30 തീപിടുത്തത്തെ കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഹാംപ്ഷയർ ആൻഡ് ഐൽ ഓഫ് വൈറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആശുപത്രിയിലെത്തി. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും തീപിടുത്തം ബാധിച്ച വാർഡുകളിലെ രോഗികളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. ആശുപത്രിയുടെ ചുറ്റുമുള്ള പ്രധാന റോഡുകൾ അടിയന്തര സേവന വിഭാഗങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് നടത്താനിരുന്ന എല്ലാ ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കി. സന്ദർശകരോട് ആശുപത്രിയിൽ എത്തരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജോലി ആവശ്യത്തിലെത്തുന്ന ജീവനക്കാർക്കായി ആശുപത്രി പരിസരത്ത് പാർക്കിംഗ് സൗകര്യം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരെ അപകടമുണ്ടാകുന്ന ഗുരുതര അവസ്ഥകളല്ലാത്ത രോഗികളെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സ ആവശ്യമായവർ RSH അല്ലെങ്കിൽ ലിവിംഗ്ടൺ അർജന്റ് ട്രീറ്റ്മെന്റ് സെന്റർ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ടോക്കിയോയിൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമർ അവരെ UK-യിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് ക്ഷണിച്ചു. ബ്രിട്ടനും ജപ്പാനും തമ്മിലുള്ള ബന്ധം അനേകം പതിറ്റാണ്ടുകളിൽ ഏറ്റവും ശക്തമായ ഘട്ടത്തിലെത്തിയതായി സ്റ്റാർമർ പറഞ്ഞു. വ്യാപാരം, സുരക്ഷ, പ്രതിരോധ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താനും ഇൻഡോ പസഫിക് മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. നിർണായക മേഖലകളിൽ വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ പസഫിക് മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം, ചൈന തായ്വാൻ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ ആശങ്കകൾ എന്നിവയിൽ ചർച്ചകൾ ഉയർന്നു. ലോകമെമ്പാടുമുള്ള അസ്ഥിരതയെ ശക്തിയോടെയും വ്യക്തതയോടെയും നേരിടണമെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ ജപ്പാന്റെ നിലപാടിനെ സ്റ്റാർമർ പ്രശംസിച്ചു. സ്റ്റാർമർ ഈ വർഷം അവസാനം ചെക്കിയസിലെ തന്റെ ഗ്രാമവസതിയിൽ തകൈച്ചിയെ സ്വീകരിക്കുമെന്നും അറിയിച്ചു. കിഴക്കൻ ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി സ്റ്റാർമർ ചൈനയുമായും സന്ദർശനം നടത്തി. ചൈനയിലേക്ക് വിസയില്ലാ യാത്ര ബ്രിട്ടീഷ് പൗരന്മാർക്ക് അനുവദിക്കുക, വിസ്കിക്കുള്ള തീരുവ കുറയ്ക്കുക, 2.2 ബില്യൺ മൂല്യമുള്ള കയറ്റുമതി കരാറുകൾ ഉറപ്പാക്കുക എന്നിവ ഈ യാത്രയിലെ നേട്ടങ്ങളാണ്. അതേസമയം ബ്രിട്ടനും ജപ്പാനും മറ്റ് സഖ്യരാജ്യങ്ങളുമായുള്ള സുരക്ഷാ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുന്നതായും ഈ സന്ദർശനം വ്യക്തമാക്കുന്നതായി നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട പുതിയ രേഖകളിൽ പേര് ഉൾപ്പെട്ടതിനു പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് നിഷേധിച്ചു. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിലേക്കോ ലോയ്റ്റ എക്സ്പ്രസ് വിമാനത്തിലേക്കോ താൻ ഒരിക്കലും പോയിട്ടില്ല എന്ന് മസ്ക് വ്യക്തമാക്കി. എപ്സ്റ്റീൻ പാർട്ടികളിലോ അഭീതിജനകമായ ദ്വീപിലോ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല. മസ്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ് കുറിച്ചത്. എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായി പുറത്തുവിടണമെന്ന ആവശ്യത്തിന് താൻ മുന്നിൽ നിന്നിരുന്നുവെന്നും ഇതിന്റെ പേരിൽ തന്നെ അപകീർത്തിപ്പെടുത്തുമെന്ന് അറിഞ്ഞിരുന്നുവെന്നും മസ്ക് പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അധികാരത്തിലുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോഴേ യഥാർത്ഥ നീതി ലഭിക്കൂവെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. പുതിയ എപ്സ്റ്റീൻ ഫയലുകളിലാണ് മസ്കിന്റെ പേര് പരാമർശിച്ചിട്ടുള്ളത്. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പുതിയ 3 ദശലക്ഷം രേഖകളിൽ മസ്കും എപ്സ്റ്റീനും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2012-13 കാലയളവിൽ എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ സെന്റ് ജെയിംസിലേക്കുള്ള സന്ദർശനത്തെക്കുറിച്ചുള്ള ചർച്ചകളും രേഖകളിലുണ്ട്. ഒരു ഇമെയിൽ ഏത് ദിവസമാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന മസ്കിന്റെ ചോദ്യം പരാമർശിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതോടൊപ്പം മുൻ ബ്രിട്ടീഷ് രാജകുടുംബാംഗം പ്രിൻസ് ആൻഡ്രൂ, ബിൽ ഗേറ്റ്സ്, ഹോവാർഡ് ലട്നിക്, സംവിധായിക മീര നായർ തുടങ്ങിയവരുടെ പേരുകളും പുതിയ രേഖയിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടുത്തി ലൈംഗിക കടത്ത് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട ജെഫ്രി എപ്സ്റ്റീന്റെ നിയമരേഖകൾ, കോടതി രേഖകൾ, സാക്ഷിമൊഴികൾ, വിമാനയാത്രാ ലോഗുകൾ എന്നിവ ചേർന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ. കോൺഗ്രസിന്റെ അംഗീകാരത്തിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ട്രാൻസ്പെറൻസി നിയമപ്രകാരം രഹസ്യമല്ലാത്ത എല്ലാ രേഖകളും പുറത്തുവിടാൻ DOJക്ക് നിർദ്ദേശം നൽകിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് 4 ദിവസം മുൻപ് അബുദാബിയിലെ രാജകുടുംബാംഗവും സ്പൈ ഷേഖ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത അനുചരന്മാർ അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്രിപ്റ്റോ കറൻസി സംരംഭത്തിൽ 49% ഓഹരി വാങ്ങുന്നതിന് $500 മില്യൺ കരാർ ഒപ്പുവെച്ചതായി റിപ്പോർട്ട്. കമ്പനി രേഖകളും ഇതുമായി ബന്ധപ്പെട്ടവരെയും ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി നടത്തിയ കരാർ പ്രകാരം തുകയുടെ പകുതി മുൻകൂറായി അടയ്ക്കും. ഇതിൽ $187 മില്യൺ ട്രംപ് കുടുംബവുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ ഒപ്പുവെച്ചത് പ്രസിഡന്റിന്റെ മകൻ എറിക് ട്രംപ് ആണെന്ന് ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. അധികാരം ഏൽക്കാനിരിക്കുന്ന ഒരു US പ്രസിഡന്റിന്റെ സംരംഭത്തിൽ ഒരു വിദേശ സർക്കാർ ഉദ്യോഗസ്ഥൻ വലിയ ഉടമസ്ഥാവകാശം നേടിയെന്നതാണ് ഈ ഇടപാടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
ഷെയ്ഖ് തഗ്നൂൻ ബിൻ സായിദ് അൽ നഹ്യാനാണ് ഈ കരാറിന് പിന്നിലെ അബുദാബി രാജകുടുംബാംഗം. യുഎസിൽ നിന്ന് സംരക്ഷിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ ലഭ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. UAE പ്രസിഡന്റിന്റെ സഹോദരനായ തഗ്നൂൻ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഏറ്റവും വലിയ വെൽത്ത് ഫണ്ട് മേധാവിയുമാണ്. വ്യക്തിഗത സമ്പത്തും സർക്കാർ നിധികളും ചേർന്ന $1.3 ട്രില്യൺ മൂല്യമുള്ള സാമ്രാജ്യത്തിന്റെ മേൽനോട്ടമാണ് അദ്ദേഹം വഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ നിക്ഷേപകരിൽ ഒരാളാണ് തഗ്നൂനെ കണക്കാക്കുന്നത്. ജോ ബൈഡൻ ഭരണകാലത്ത് ലഭിക്കാതിരുന്ന AI ഹാർഡ്വെയറുകൾ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നതോടെ സ്പൈസ് ഷെയ്ഖിന് ലഭിക്കാനുള്ള വഴി തുറക്കുകയായിരുന്നു. ട്രംപ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തഗ്നൂർ ട്രംപിനെയും US ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെയും നിരവധി തവണ കണ്ടിരുന്നു. വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെ AI ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാഷിംഗ്ടണുമായി സഹകരിക്കാൻ താൽപര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചതായി റിപ്പോർട്ട് പറയുന്നു. മാർച്ചിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2 മാസം കഴിഞ്ഞ പ്രതിവർഷം ഏകദേശം 5 ലക്ഷം അത്യാധുനിക AI ചിപ്പുകൾ UAEക്ക് നൽകാൻ US ഭരണകൂടം തയ്യാറായി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ AI ഡേറ്റാ സെന്റർ ശൃംഖലകളിലൊന്ന് നിർമ്മിക്കാൻ മതിയാകുന്നതാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ ചിപ്പുകളിൽ ഏകദേശം 5-1 G42 എന്ന സ്ഥാപനത്തിന് ലഭിക്കുമെന്നതും വാൾസ്ട്രീറ്റ് ജേണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂരിന് പിന്തുണയ്ക്കുന്ന ആര്യം ഇൻവെസ്റ്റ്മെന്റ് 1 എന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ആദ്യ $250 മില്യൺ $187 മില്യൺ ട്രംപ് കുടുംബവുമായി ബന്ധമുള്ള കമ്പനികളിലേക്ക് പോയതായി രേഖകൾ വ്യക്തമാക്കുന്നു. വിറ്റ്കോഫ് കുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നൽകിയ തുകയ്ക്കൊപ്പം സഹസ്ഥാപകരായ സാക് ഫോൾമാനും ചേസ് ഹെറോയും ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാപനത്തിന് $31 മില്യൺ കൈമാറി. ഈ കരാർ വഴി വേൾഡ് ലിബർട്ടിയിലെ ഏറ്റവും വലിയ ഓഹരി ഉടമയായി ആര്യം മാറി. സ്ഥാപകർ ഒഴികെ പുറത്തുനിന്നുള്ള ഏക നിക്ഷേപകനായിരുന്നു അവർ. തന്നൂരിന്റെ G42 മുതിർന്ന പദവികൾ വഹിച്ചിരുന്ന 2 ആര്യം ഉദ്യോഗസ്ഥർ വേൾഡ് ലിബർട്ടിയുടെ 5-അംഗ ഡയറക്ടർ ബോർഡിൽ ഇടം നേടി. ആ സമയത്ത് ബോർഡിൽ എറിക് ട്രംപും സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനായ സാക് വിറ്റ്കോഫും ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. ഭാഗിക സർക്കാർ അടച്ചിടൽ ശനിയാഴ്ച ആരംഭിച്ച സാഹചര്യത്തിൽ സെനറ്റ് പാസാക്കിയ ധനസഹായ ബിൽ വേഗത്തിൽ പാസാക്കുന്നതിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണ നൽകില്ല എന്ന് ഹൌസ് ഡെമോക്രാറ്റിക് നേതാവ് ഹക്കീം ജെഫ്രീസ്. ഇതോടെ അടച്ചിടൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടുനിൽക്കാൻ സാധ്യത വർദ്ധിച്ചു. MNSOWന് നൽകിയ അഭിമുഖത്തിലാണ് ജെഫ്രീസ് ഡെമോക്രാറ്റുകളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെയാണ് റിപ്പബ്ലിക്കൻ നേതൃത്വം മുന്നോട്ട് പോകുന്നതെന്ന് ജെഫ്രീസ് ആരോപിച്ചു. പൂർണ്ണവും സമഗ്രവുമായ ചർച്ച അനിവാര്യമാണ്. ഞങ്ങളുടെ വഴിയിലോ അല്ലെങ്കിൽ വഴിയിലല്ലയോ എന്ന സമീപനം അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളിലാണ് ഡെമോക്രാറ്റുകൾ പ്രധാനമായും എതിർപ്പ് ഉയർത്തുന്നത്. ഐസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം, ഏജന്റുമാർക്ക് ബോഡി ക്യാമറ നിർബന്ധമാക്കൽ, മുഖം മറയ്ക്കുന്ന മാസ്കുകൾ നിരോധിക്കൽ എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസുമായോ ഭരണകൂടവുമായോ വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല എന്നും ജെഫ്രീസ് വ്യക്തമാക്കി. അതേസമയം സെനറ്റ് വെള്ളിയാഴ്ച അവസാന നിമിഷത്തിൽ പരിഷ്കരിച്ച ധനസഹായ പാക്കേജ് 71-29 എന്ന ഭൂരിപക്ഷത്തോടെ പാസാക്കി. 5 റിപ്പബ്ലിക്കൻ സെനറ്റർമാരാണ് ബില്ലിനെതിരെ വോട്ട് ചെയ്തത്. സെനറ്റർ മെജോറിറ്റി ലീഡർ ജോൺ ഡൂണിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിനെ ലിൻസി ഗ്രഹാം തന്റെ എതിർപ്പ് പിൻവലിച്ചതോടെയാണ് വോട്ടെടുപ്പിന് വഴിതെളിഞ്ഞത്. കരാർ പ്രകാരം ഫെഡറൽ സർക്കാരിന്റെ ഭൂരിഭാഗം വകുപ്പുകൾ സെപ്റ്റംബർ വരെ ഫണ്ട് ചെയ്യുകയും 2 ആഴ്ചത്തേക്ക് മാത്രമായി നിലവിലെ ചെലവ് നിലയിൽ ധനസഹായം അനുവദിക്കുകയും ചെയ്യും. ഈ ഇടവേളയിൽ DHS സംബന്ധിച്ച പരിഷ്കാരങ്ങളിൽ ധാരണയിലെത്തുക എന്നതാണ് ലക്ഷ്യം. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ശക്തമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഡെമോക്രാറ്റുകൾ പോരാടുമെന്ന് സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചക് ഷൂമർ വ്യക്തമാക്കി. ജനങ്ങൾ മാറ്റം ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥ പരിഷ്കാരങ്ങൾക്ക് തയ്യാറാകാത്ത പക്ഷം ഡെമോക്രാറ്റിക് വോട്ടുകൾ പ്രതീക്ഷിക്കേണ്ട എന്നും ഷൂമർ മുന്നറിയിപ്പ് നൽകി. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കെ സർക്കാർ അടച്ചിടൽ എത്രനാൾ നീളുമെന്ന് വ്യക്തമല്ല. രാജ്യത്തിന്റെ കണ്ണുകൾ വാഷിംഗ്ടണിലേക്കാണ്. മിന്നസോട്ടയിൽ കുടിയേറ്റ നിയമലംഘനങ്ങൾ തടയുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ഐസ് തുടരുന്ന ശക്തമായ നടപടികൾക്ക് സ്റ്റേ നൽകാൻ ഫെഡറൽ കോടതി വിസമ്മതിച്ചു. മിന്നിയാപോളിസിലെ US ജില്ലാ ജഡ്ജി കേറ്റ് മെനൻസ് ആണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിയത്. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ നടപടികൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും വംശീയ വിവേചനം, അന്യായ തടങ്കൽ, വെടിവയ്പ്പുകൾ എന്നിവ വ്യാപകമാണെന്ന് മിന്നസോട്ട അറ്റോർണി ജനറൽ ഓഫീസ് കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. ഈ നടപടികൾ സംസ്ഥാനത്തെയും ടിൻ സിറ്റികളെയും ആഴത്തിൽ ബാധിക്കുന്നുവെന്ന് ജഡ്ജിയും നിരീക്ഷിച്ചുവെങ്കിലും മുഴുവൻ ഓപ്പറേഷനും നിർത്തിവെക്കുക അതിരുകടന്ന നടപടിയാകുമെന്ന് കോടതി വ്യക്തമാക്കി. മുൻപ് മിന്നസോട്ടയിലെ ഐസ് പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുന്ന താൽക്കാലിക സ്റ്റേ ഫെഡറൽ അപ്പീൽ കോടതി റദ്ദാക്കിയിരുന്നുവെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. അതുപോലും അതിരുകടന്നതാണെന്ന് അപ്പീൽ കോടതി വിലയിരുത്തിയപ്പോൾ മുഴുവൻ നടപടിയും നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ജഡ്ജി മെനൻസ് ഉത്തരവിൽ കുറിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നടപടികളെ നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സമർപ്പിച്ച കേസ്. മിനിയാപോളിസ്, സെന്റ് പോൾ മേഖലയിൽ ആയിരക്കണക്കിന് ഫെഡറൽ ഏജന്റുമാരെ വിന്യസിച്ചതിനെ തുടർന്ന് ആഴ്ചകളായി പ്രതിഷേധങ്ങൾ തുടരുകയും 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇത് നീതിന്യായ വകുപ്പിന്റെ വലിയ വിജയമാണെന്ന് പ്രതികരിച്ചു. സാങ്ച്വറി നയങ്ങളോ അടിസ്ഥാനരഹിതമായ കേസുകളോ മിന്നസോട്ടയിൽ ഫെഡറൽ നിയമം നടപ്പാക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തെ തടയാനാകില്ല എന്നും അവർ പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.31 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 91.68 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 108.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.37 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.11 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം.
കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% ഓഹരി അടുത്ത 5 വർഷം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ നിർദ്ദേശിച്ച് 16ാം ധനകാര്യ കമ്മീഷൻ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെയാണ് കാലയളവ്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചതായി ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ധനകാര്യ കമ്മീഷൻ ഗ്രാമദിനത്തിൽ 2026-27 സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചത് 1.4 ലക്ഷം കോടി രൂപയാണ്. ഗ്രാമനഗര മേഖലകളിൽ തദ്ദേശ സ്ഥാപന ഗ്രാന്റ്, ദുരന്ത നിവാരണ ഗ്രാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടും. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചു. നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. ആനി ജോർജ് മാത്യു, മനോജ് പാണ്ഡ, SBI ഗ്രൂപ്പ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് സൗമ്യ ഗാന്ധി ഘോഷ്, റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ടി രവിശങ്കർ എന്നിവരാണ് അംഗങ്ങൾ. നവംബർ 17-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ സംസ്ഥാനങ്ങൾക്കുള്ള ദുരന്ത നിവാരണ ഫണ്ടുകളുടെ വിതരണം മുൻകാല ചെലവുകളുടെയും ദുരന്താഘാത സൂചികകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. SDRF-നും SDMF-നും കോർപ്പസ് ഫണ്ട് വിഭജിക്കേണ്ടത് 80:20 അനുപാതത്തിലായിരിക്കണം. ദുരന്തങ്ങളെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും കാര്യശേഷി നിർമ്മാണവും SDMF-നും NDMF-നും കീഴിലായിരിക്കണം. SDRF-ലെ ചെലവഴിക്കാതെ കിടക്കുന്ന തുക കഴിഞ്ഞ 3 വർഷങ്ങളിലെ വാർഷിക വിഹിതത്തെക്കാൾ അധികമാണെങ്കിൽ വീണ്ടും നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞുവെക്കണം. NDRF-നും NDMF-നും വിഹിതം 79,406 കോടിയാണ്. SDRF-ലേക്കും SDMF-ലേക്കും സംസ്ഥാനങ്ങൾ 25% വിഹിതം നൽകണം. വടക്കുകിഴക്കൻ ഹിമാലയ സംസ്ഥാനങ്ങളിൽ ഇത് 10%. കേന്ദ്ര സഹായ വിതരണം NDRF, NDMF വഴി നിലനിർത്തണം. സഹായത്തിനുള്ള മാനദണ്ഡങ്ങൾ ആഭ്യന്തര മന്ത്രാലയം കാലാകാലങ്ങളിൽ പരിശോധിച്ച് പരിഷ്കരിക്കണം. ഉഷ്ണതരംഗവും വെടിമിന്നലും ദേശീയാടിസ്ഥാനത്തിൽ വിജ്ഞാപനം ചെയ്ത ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ദുരന്ത നിവാരണ ഗ്രാന്റിന്റെ 2ാം ഗഡു ലഭ്യമാകണമെങ്കിൽ NDMIS പോർട്ടലിൽ ഡേറ്റ വാലിഡേഷൻ സംസ്ഥാനങ്ങൾക്ക് നിർബന്ധം എന്നിവയാണ്. അന്തരിച്ച ലൈംഗിക കുറ്റവാളിയും ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ട സംഭവം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. എപ്സ്റ്റീനുമായുള്ള പ്രധാനമന്ത്രിയുടെ ബന്ധം വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. കുപ്രസിദ്ധ കുറ്റവാളിയായ എപ്സ്റ്റീനുമായി മോദിക്കുള്ള ബന്ധം എന്താണെന്നും മെയിലിൽ പരാമർശിക്കുന്നത് പോലെ എന്ത് ഉപദേശമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഫയലുകളിലാണ് മോദിയുടെ പേര് പരാമർശിക്കുന്നത്. എപ്സ്റ്റീൻ അദ്ദേഹത്തിന്റെ ഒരു ഇമെയിലിൽ മോദിയുടെ പേര് പറയുന്നുണ്ട്. തന്റെ ഉപദേശം സ്വീകരിച്ച് മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി 2017 ഇസ്രയേൽ സന്ദർശിച്ചുവെന്നും അത് ഗുണം ചെയ്തുവെന്നുമാണ് എപ്സ്റ്റീന്റേതായി പുറത്തുവന്ന മെയിലിൽ പറയുന്നത്. എന്നാൽ സന്ദർശനത്തിന്റെ പിന്നിലെ കാര്യങ്ങളോ എന്ത് ഗുണം ലഭിച്ചു എന്നത് സംബന്ധിച്ചോ മെയിലിൽ പരാമർശമില്ല. എപ്സ്റ്റീൻ ഫയലുകളിൽ മോദിയുടെ പേര് പരാമർശിച്ചത് രാജ്യത്തിന് നാണക്കേടാണെന്നും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീന്റെ ഉപദേശം മോദി എന്തിനാണ് സ്വീകരിച്ചതെന്നും ഇതിലൂടെ എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്നും വിശദീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ദേശീയ അപമാനമെന്നാണ് സംഭവത്തെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിശേഷിപ്പിച്ചത്. മെയിലിൽ എപ്സ്റ്റീൻ പരാമർശിക്കുന്ന ഇറ്റ് വർക്ക് എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണെന്നും അത് മോദി വ്യക്തമാക്കണമെന്നും പവൻ ഖേര പറഞ്ഞിരുന്നു. എന്നാൽ എപ്സ്റ്റീൻ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ടെന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളുകയാണ് ഉണ്ടായത്. 2017 ജൂലൈയിൽ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു എന്നതൊഴിച്ചാൽ ഫയലുകളിലെ മറ്റ് സൂചനകളെല്ലാം ഒരു കുറ്റവാളിയുടെ ജൽപ്പനമാണെന്നും അത്യന്തം അവജ്ഞതയോടെ അത് തള്ളിക്കളയുന്നുവെന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയെ കോൺഗ്രസ് അധിക്ഷേപിക്കുകയാണെന്നാണ് BJPയുടെ പ്രതികരണം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന കാര്യം ഉറപ്പായതിനാലാണ് തമിഴ്നാടിനെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ബജറ്റിനെ നിരാശാജനകമെന്ന് വിശേഷിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുവെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സന്ദർഭമായതിനാൽ ബജറ്റിൽ തങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും വിശദമായ പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷമെങ്കിലും BJP സർക്കാരിന്റെ കണ്ണുകളിൽ തമിഴ്നാട് തെളിഞ്ഞു കാണുമെന്നും ഞങ്ങളുടെ ശബ്ദം അവരുടെ ചെവികളിൽ എത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷകൾ തകർത്ത് കേന്ദ്ര സർക്കാർ പകരം വലിയ നിരാശയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ദരിദ്രർക്കും സ്ത്രീകൾക്കും കർഷകർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രയോജനകരമായ പ്രധാന പദ്ധതികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും സ്റ്റാലിൻ ആരോപിച്ചു. തമിഴ്നാടിനായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിലും പ്രധാന പദ്ധതികളുടെ തടഞ്ഞുവെച്ച ഫണ്ടുകൾ വിതരണം ചെയ്യാത്തതിലും അദ്ദേഹം കേന്ദ്രത്തെ വിമർശിച്ചു. സംസ്ഥാനങ്ങളുടെ മൊത്തം നികുതി വരുമാനത്തിൽ 41% നിന്ന് 50% വർദ്ധിപ്പിക്കണമെന്ന തമിഴ്നാടിന്റെയും മറ്റ് പല സംസ്ഥാനങ്ങളുടെയും ദീർഘകാല ആവശ്യം വീണ്ടും അവഗണിക്കപ്പെട്ടുവെന്ന് സ്റ്റാലിൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തേക്ക് 4.097% തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന നികുതി വിഹിതത്തിൽ തമിഴ്നാടിന്റെ ഓഹരിയെക്കുറിച്ചും സ്റ്റാലിൻ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രാഥമിക കണക്കുകൾ ഉദ്ധരിച്ച് മറ്റ് സമാന സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പ്രതിവർഷം ഏകദേശം 5000 കോടി രൂപയുടെ വരുമാന നഷ്ടത്തിന് കാരണമായേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. GST പരിഷ്കാരങ്ങൾ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ച ഈ സമയത്ത് കേന്ദ്ര നികുതികളിൽ തമിഴ്നാടിന്റെ ഓഹരി ഏകദേശം 1200 കോടി രൂപയായി കുറച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ചത്.
സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജനുവരി 29-നാണ് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളുകൾ കൈമാറിയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. താൻ ജോലിയിൽ പ്രവേശിക്കും മുൻപേ മഹസറിന്റെ കരട് മുരാരി ബാബു തയ്യാറാക്കിയിരുന്നുവെന്നാണ് ശ്രീകുമാറിന്റെ വാദം. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒപ്പിടുകയെന്നത് ഉത്തരവാദിത്തമായിരുന്നുവെന്നും ശ്രീകുമാർ വാദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ജനുവരി 29-നാണ് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളുകൾ കൈമാറിയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ബേപ്പൂരിൽ പി വി അൻവർ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പായി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണിത്. ബേപ്പൂരിൽ അൻവർ ജയിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ നേരത്തെ UDF അസോസിയേറ്റ് അംഗമാക്കിയിരുന്നു. അതേസമയം ബേപ്പൂരിൽ ഇതിനോടകം തന്നെ അൻവർ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വരുന്നുണ്ട്. UDFൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് അൻവർ ബേപ്പൂരിൽ സജീവമായത്. ബേപ്പൂരിൽ ഫ്ലക്സും ബോർഡുകളും സ്ഥാപിച്ചതിന് പിന്നാലെ അൻവർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ സജീവമായിരുന്നു. കേരളത്തിലും ബേപ്പൂരിലും LDFനെതിരെ സുനാമി അടിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. രാവിലെ ബേപ്പൂരിലെ ചാലിയം ഹാർബർ സന്ദർശിച്ച അൻവർ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചു. മണ്ഡലത്തിലെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ അൻവർ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. മരുമോനായതിന്റെ ലഹരിയിലാണ് മുഹമ്മദ് റിയാസ്. വികസനം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടാൽ പിന്നെ ജാഥയുടെ ആവശ്യമില്ല. MV ഗോവിന്ദന്റെ വികസന ജാഥ മറ്റൊരു തട്ടിപ്പാണ്. UDFന്റെ പുതിയ യാത്രയിലൂടെ MV ഗോവിന്ദന്റെ ജാഥയിൽ അവകാശവാദങ്ങൾ പൊളിയും. PV അൻവർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. തൊഴിലാളികളെ കുറിച്ച് മുഹമ്മദ് റിയാസ് പ്രസംഗത്തിൽ പോലും പറയാറില്ല. ആകെ പറയുന്നത് ടൂറിസത്തെ കുറിച്ചാണെന്നും അൻവർ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ബജറ്റിനെ ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. വൻ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ബജറ്റിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് കരുതിയ BJPക്ക് കടുത്ത നിരാശയാണ് ഫലം. കേരളത്തിനൊന്നും നൽകിയില്ല എന്ന LDFന്റെയും UDFന്റെയും രൂക്ഷ വിമർശനത്തിന് മറുപടി നൽകുക എന്നത് BJPക്ക് എളുപ്പമല്ല. കേന്ദ്രം മുൻപ് നൽകിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞും അത് നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുമുള്ള വിശദീകരണമാണ് ബജറ്റിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരായ ആയുധമായി ബജറ്റിനെ ഉപയോഗിക്കാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് പദ്ധതികൾ ഏറെ നൽകിയപ്പോൾ കേരളത്തെ തഴഞ്ഞു എന്നാണ് ആരോപണം. കേരളത്തിൽ വികസനം ഉറപ്പാക്കണമെങ്കിൽ ഇവിടെയും BJP അധികാരത്തിലെത്തണമെന്നതാണ് ഇതിനുള്ള BJPയുടെ മറുപടി. ബജറ്റിൽ എയിംസും വേഗറയിൽ പാതയും സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്നു. യുവാക്കൾക്കുള്ള പദ്ധതികൾ, ധാതു ഇടനാഴി എന്നിവ കേരളത്തിന് ഗുണകരമാകുമെന്നാണ് BJPയുടെ വാദമെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ അത് മതിയാവില്ല എന്ന് അവർക്കറിയാം. കടലാമ്മ പരിപാലന കേന്ദ്രത്തെക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങൾക്ക് പോലും BJP മുതിരുന്നില്ല. ഇതുമായി ബന്ധപ്പെടുത്തി ട്രോളുകൾ പ്രചരിക്കുന്നതും പാർട്ടിക്ക് ക്ഷീണമാണ്. തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനായി പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ മടങ്ങിയത് LDFും UDFും ആയുധമാക്കിയിരുന്നു. അതിന്റെ ക്ഷീണം ബജറ്റിൽ തീർക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP സംസ്ഥാന നേതൃത്വം. ശ്രീധരന്റെ മേൽനോട്ടത്തിലുള്ള വേഗറയിൽ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര പ്രഖ്യാപനം ഉടനുണ്ടായാൽ ഇപ്പോഴുണ്ടായ തിരിച്ചടി മറികടക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പാർലമെന്റിൽ ബജറ്റ് ചർച്ചയ്ക്ക് വരും ദിവസങ്ങളിൽ ധനമന്ത്രി നൽകുന്ന മറുപടിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന ഉറപ്പാക്കണമെന്ന ആവശ്യം സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ല എന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി ICC. തീരുമാനത്തിൽ പ്രത്യാഘാതം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നേരിടേണ്ടി വരുമെന്ന് ICC മുന്നറിയിപ്പ് നൽകി. ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചത്. ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം. പാകിസ്ഥാൻ സർക്കാരാണ് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇത്തരത്തിലുള്ള തീരുമാനവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമാണെന്ന് ICC അറിയിച്ചു. തീരുമാനം സംബന്ധിച്ച് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ICC വ്യക്തമാക്കി. നയപരമായ കാര്യങ്ങളിൽ സർക്കാരുകളുടെ പങ്കിനെ ICC ബഹുമാനിക്കുമ്പോൾ ഈ തീരുമാനം ലോകമെമ്പാടുമുള്ള കായിക വിനോദത്തിനും പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ആരാധകർ ഉൾപ്പെടെയുള്ളവരുടെ ക്ഷേമത്തിനും ഹാനികരമാണ് എന്നും ICC പ്രസ്താവനയിൽ അറിയിച്ചു. ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ PCB പരിഗണിക്കുമെന്ന് ICC പ്രത്യാശിക്കുന്നു. ലോകകപ്പ് വിജയകരമായി നടപ്പാക്കുക എന്നതാണ് ICCയുടെ മുൻഗണന. ഇത് PCB ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്വമായിരിക്കണം. എല്ലാ പങ്കാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന, പരസ്പരം അംഗീകരിക്കാവുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ PCB ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ICC പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ബിർമിംഗ്ഹാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ട മുൻ തീവ്രവാദി ഷഹീദ് ഭട്ട് മത്സരിക്കുക സ്പാർഹിൽ വാർഡിൽ നിന്ന്. ഷഹീദ് ഭട്ടിനും 5 ബ്രിട്ടീഷ് പൗരന്മാർക്കും ശിക്ഷ ലഭിച്ചത് കോൺസുലേറ്റും പള്ളിയും സ്ഫോടനത്തിൽ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിന്. ഗൂഢാലോചനയ്ക്ക് ശിക്ഷ വിധിച്ചത് യമൻ ഭരണകൂടം. നിപയിൽ ആശങ്കയുമായി ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പ്. 2 ആരോഗ്യ പ്രവർത്തകർ നിപ ബാധിച്ച് ആശുപത്രിയിൽ. രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യ രോഗത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി.
രോഗത്തെ ചെറുക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പില്ല എന്നത് ആരോഗ്യ രംഗത്തെ വലയ്ക്കുന്നു. ബ്രിട്ടനിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞതോടെ റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് 100 പൗണ്ട് പിഴ ഉറപ്പായി. കൂടുതൽ പിഴകൾ വരുന്നതിന് സാധ്യത. ഇതുവരെ റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞത് 10 മില്യണിലധികം ആളുകൾ. ഇനിയും റിട്ടേൺ സമർപ്പിക്കാനുള്ളവർ 20 ലക്ഷത്തോളം പേർ. ജെഫ്രി എപ്സ്റ്റൈൻ കേസിൽ കുടുങ്ങി സ്പേസ് എക്സ് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി മസ്ക്. എപ്സ്റ്റൈന്റെ സ്വകാര്യ ദ്വീപിലേക്ക് താൻ ഒരിക്കലും പോയിട്ടില്ല എന്ന് മസ്കിന്റെ വാദം. മസ്കും എപ്സ്റ്റൈനും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിൽ. ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ട സംഭവം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം. അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കറൻസി സംരംഭത്തിൽ 49% ഓഹരി വാങ്ങുന്നതിന് $500 മില്യൺ കരാർ ഒപ്പുവെച്ച് അബുദാബിയിലെ രാജകുടുംബാംഗം സ്പൈസ് ഷെയ്ഖ്. കരാർ വഴി ട്രംപ് കുടുംബവുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത് $187 മില്യൺ. കരാർ ഒപ്പുവെച്ചത് ട്രംപിന്റെ മകൻ എറിക് ട്രംപ്. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% ഓഹരി സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ നിർദ്ദേശിച്ച് 16ാം ധനകാര്യ കമ്മീഷൻ. 2026-27 ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചത് 1.4 ലക്ഷം കോടി രൂപ. ഗ്രാമനഗര മേഖലകളിലെ തദ്ദേശ സ്ഥാപന ഗ്രാന്റ്, ദുരന്ത നിവാരണ ഗ്രാന്റ് എന്നിവയും നികുതി വിഹിതത്തിന്റെ പരിധിയിൽ വരും. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് കട്ടിളപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതോടെ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.